അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 21-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ ഇതുവരെയും സംഭവിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന 2 ഗ്രഹങ്ങളാണ് രാഹുവും ചന്ദ്രനും. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ പോലും ചില സമയങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. അത്തരത്തിൽ രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ട് ഈ ജൂൺ 21-ാം തീയതി ശനിയാഴ്ച വളരെയധികം സവിശേഷതകളുള്ള ഗ്രഹണയോഗം രൂപപ്പെടുകയാണ്. അപ്പോൾ ഗ്രഹണയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ ജൂൺ 21-ാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ട് ജൂൺ 21-ാം തീയതി ശനിയാഴ്ച ഗ്രഹണയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ഭാഗ്യം നിറഞ്ഞ പല അനുഭവങ്ങളും ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. ഈ അധ്യായം കാണുന്ന മിക്ക കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പലതരത്തിലുള്ള മനപ്രയാസങ്ങളും കൊണ്ട് പൊറുതിമുട്ടി ജീവിച്ചു വരുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ രാഹുവും ചന്ദ്രനും നിങ്ങൾക്ക് ഗുണകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് കൺമുൻപിൽ കാണുവാൻ കഴിയും. അതായത് ഈ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ചില സുഹൃത്തുക്കളിൽ നിന്നും വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ വളരെയധികം മനസ്സ് നീറുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. മാത്രമല്ല മുൻപ് നിങ്ങളുടെ മിത്രങ്ങളായിരുന്നവരും പ്രിയപ്പെട്ടവരായിരുന്നവരും ഇന്ന് ശത്രുതാ മനോഭാവത്തോടെയാണ് നിങ്ങളെ കാണുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളെ ദ്രോഹിക്കുവാൻ നോക്കുന്നവരുടെ മുൻപിലും നിങ്ങളുടെ തകർച്ച കാണുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിലും പലതരത്തിലുള്ള ജീവിത നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് കൈവരുന്നത്. പ്രത്യേകിച്ച് വീട് പണിയൊക്കെ തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വളരെയധികം അതിൻ്റെ പുറകെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീടിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള വഴികളുണ്ടാവുകയും എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളുടെ വീടിൻ്റെ പണി വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ ജോലിക്ക് വേണ്ടി
ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജൂൺ 21 ശനിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ്. അതായത് ഈ ഗ്രഹണയോഗം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും അതിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനുമുള്ള യോഗമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, കുംഭം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ അവരുടെ പഠനകാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള മികവ് പുലർത്തുവാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഈ സമയത്ത് കഴിയും. ചുരുക്കി പറഞ്ഞാൽ, കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനത്തിന് തന്നെ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആഗ്രഹിച്ച പലതും നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്നു ചേരുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമതായി, ഈ ജൂൺ മാസം 21 ശനിയാഴ്ച രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗഫലമായി ഗ്രഹണയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ പലപ്പോഴുമായി പല വ്യക്തികളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചതിലൂടെയും അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിരവധി പണം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില തുകകളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത പണമെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടതായിരുന്നിട്ട് പോലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചില പ്രത്യേക തരത്തിലുള്ള മുതൽ മുടക്കുകൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് ലാഭം വന്നു ചേരുവാൻ ഇടയാക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. മാത്രമല്ല, ശനിയാഴ്ച ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചായിരിക്കും ചില ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചില കൃഷിയൊക്കെ ചെയ്യുന്ന ചിങ്ങം രാശിക്കാരെ പറ്റിയാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നടത്തുവാൻ കഴിയുകയും അതുവഴി നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കടബാധ്യതകളെ പറ്റിയും ജീവിതത്തിലെ പ്രതിസന്ധികളെ പറ്റിയും ഒരു പരിധിവരെ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം കൈവരികയും എല്ലാ കാര്യങ്ങളെയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ധൈര്യമുണ്ടാവുകയും ചെയ്യും. എന്നാൽ ചിങ്ങം രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രം ഈ ഒരു സമയത്ത് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ശ്രദ്ധ കുറവ് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരുവാനിടയുണ്ട്. അതൊഴിച്ചാൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഗ്രഹണയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി മൂന്നാമതായി, ഈ ഗ്രഹണയോഗം സിദ്ധിക്കുന്നതിനാൽ
വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ജൂൺ 21 ശനിയാഴ്ച ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള നിരവധി വ്യക്തികളും ജീവിതത്തിൽ ഇനി എന്തൊക്കെ ചെയ്താലും ഒരു നല്ല കാലത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അതിൽ നിങ്ങളെയും തെറ്റ് പറയുവാൻ കഴിയില്ല. കാരണം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്നതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അത്തരത്തിലുള്ളവയാണ്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണോ ഇതുവരെ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതിൽ പല പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ ഗ്രഹണയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാത്തതിനാൽ തന്നെ ഭവനത്തിൽ ഒരു മനസ്സമാധാനവും സന്തോഷവുമില്ലാത്ത തരത്തിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും നിലനിന്നിരുന്ന ചില വീടുകളുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉടനീളം സഹിച്ചു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികം രാശിയിൽപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂൺ 21 ശനിയാഴ്ച ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ജൂൺ 21 ശനിയാഴ്ച ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളുമായി ഭാവിയെ പറ്റിയുള്ള ചില കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുവാനും അവരുമായി ഒത്തൊരുമിച്ച് ചില വിദേശയാത്രകൾ ചെയ്യുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉടനടി ഉണ്ടാകുന്നതുമായി ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയം തന്നെയാണ് വരുവാൻ പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വിദേശ രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഉയർച്ചയുടെ തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളെ പറ്റിയാണ്. അതായത് മക്കളുടെ ഒരു ഉയർച്ച കാണുവാനായി നിരവധി ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു ഫലവും ജീവിതത്തിൽ കാണുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, മക്കൾ പറയുന്ന പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാനായി ചില സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഇത്തരത്തിൽ മക്കളുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കും വൃശ്ചികം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്കും ഇത് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത്. ഈ ഗ്രഹണയോഗം വൃശ്ചികം രാശിക്കാരിൽ ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മംഗളവാർത്തകളും വൃശ്ചികം രാശിക്കാരുള്ള ഭവനത്തിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും വന്നു ചേരും. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിലും ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ സമൂഹത്തിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും അധികരിക്കുന്ന തരത്തിലുള്ള ചില പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഈ ഗ്രഹണയോഗത്തിൻ്റെ മഹാഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുക. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.